എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ ഫോൺ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ടും ATM കാർഡും അതുമായി ലിങ്ക് ചെയ്ത് UPI പിന്നും ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഫോൺ പേ അക്കൗണ്ട് തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോൺ പേയുടെ പഴയ അപ്ഡേഷൻ പോലെയല്ല, പുതിയ അപ്ഡേഷനിൽ അക്കൗണ്ട് തുടങ്ങാൻ ചില മാറ്റങ്ങളുണ്ട്. പുതിയ അപ്ഡേഷനിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫോൺ പേ അക്കൗണ്ട് തുടങ്ങാൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ടിൽ നിന്ന് ലഭിച്ച ATM കാർഡും ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ. അതിപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കണം. ആ മൊബൈൽ നമ്പറിൻ്റെ സിം കാർഡ് ഇൻസർട്ട് ചെയ്ത മൊബൈലിൽ വേണം നിങ്ങൾ ഫോൺ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ. കൂടാതെ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിൽ നിന്ന് SMS പോകുന്നതിനുള്ള ക്യാഷ് ബാലൻസും അതിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഫോൺ പേ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ആ ഭാഗത്ത് നെറ്റ് റേഞ്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഫോൺ പേ അക്കൗണ്ട് എളുപ്പത്തിൽ തുടങ്ങാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഫോൺ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഫോൺ പേ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് ഫോൺ പേ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫോൺ പേ ആപ്പ് ഇതുപോലെ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ എന്ന് കാണാം. ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ അത് ഓപ്പൺ ആവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഞാൻ ബാക്ക് അടിച്ച് ഫോണിൻ്റെ ഹോം പേജിൽ എത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഫോൺ പേയുടെ ഐക്കൺ കാണാം. ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ താഴെ നിന്ന് മുകളിലേക്കൊന്ന് സ്വീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഐക്കൺ അവിടെ കാണാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ഫോൺ പേയുടെ ഐക്കണും കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ ഹോം പേജിൽ ആ ഐക്കൺ വരുന്നതാണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഇനി ആ ഐക്കണിൽ പ്രസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത എൻ്റെ ഫോണിലുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സിമ്മുകൾ ഉണ്ടെങ്കിൽ ആ സിമ്മുകളുടെ മൊബൈൽ നമ്പറൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അതിൽ പ്രസ് ചെയ്യുക. ഞാനിവിടെ ആ നമ്പറിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP അഥവാ വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. ആ വൺ ടൈം പാസ്വേഡ് ഓട്ടോമാറ്റിക്കായി തന്നെ ആ കോളങ്ങളിൽ ഫില്ലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ നിങ്ങളുടെ കോൺടാക്ട്സുമായി ഫോൺ പേയെ ആക്സസ് ചെയ്യാൻ അലോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ അലോ എന്ന് താഴെ കാണുന്ന ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു ഓപ്ഷൻ വരും. അതിലും ആ അലോ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ അലോ ചെയ്യാനാണ് കാണിക്കുന്നത്. അതിന് താഴെ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്യുക. വീണ്ടും SMS അയക്കാൻ ഫോൺ പേയെ അലോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെ കാണിക്കും. അതിനും ആ താഴെ കാണുന്ന അലോയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അലോ ചെയ്ത് കൊടുത്താലേ ഫോൺ പേ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോൺ പേയുടെ ഹോം പേജ് ഇങ്ങനെ ഓപ്പൺ ആവും. അടുത്തതായി ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണുന്നില്ലേ, ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ബാങ്കുകളുടെ വിവരങ്ങൾ മുകളിൽ തന്നെ നമുക്ക് ഇതുപോലെ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ നീക്കുമ്പോൾ താഴെ ഒരുപാട് ബാങ്കുകളുടെ ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആ സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കനറ ബാങ്കാണ് ടൈപ്പ് ചെയ്തത്. ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ താഴെ കനറ ബാങ്ക് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നില്ല. പകരം ബാക്ക് അടിച്ച് പ്രീവിയസ് പേജിൽ തന്നെ എത്തുകയാണ്. ഈ പേജിൽ തന്നെ കനറ ബാങ്കിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ബാങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ നമ്മുടെ ഫോണിലുള്ള സിം കാർഡുകൾ 2 എണ്ണമാണെങ്കിൽ ആ 2 ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത സിം കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് തന്നെയാണ് സെലക്റ്റായി കിടക്കുന്നത്. ഇനി അത് ഇപ്പുറത്തെ ആണെങ്കിൽ അതിങ്ങനെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ സെലക്ഷൻ ഇങ്ങോട്ട് മാറുന്നതാണ്. അപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് തന്നെ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ താഴെ കണ്ടിന്യൂ എന്ന് കാണുന്നില്ലേ, അതിൽ ഇനി പ്രസ് ചെയ്യണം.
അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളൊക്കെ അതുപോലെ വരുന്നതാണ്. ഇവിടെ താഴെ നമ്മുടെ ക്രിയേറ്റഡ് UPI IDയും നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ എഡിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ UPI ID എഡിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനത് ഇവിടെ എഡിറ്റ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ വിടുകയാണ്. ഇനി താഴെ പ്രൊസീഡ് ടു ആഡ് എന്ന ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യണം. അടുത്തതായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ ഇങ്ങനെ കാണിക്കും. ഇനി നമ്മൾ ATM കാർഡിനെ ഫോൺ പേയുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതുമുണ്ട്. അതിനായി താഴെ സെറ്റ് UPI പിൻ എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യാം. ഇനി നിങ്ങൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ATM കാർഡിൻ്റെ പുറത്ത് ഒരു 16 അക്ക നമ്പറുണ്ട്. നിങ്ങൾ ആ ATM കാർഡ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് ഭാഗത്തോ ആ 16 അക്ക നമ്പർ കാണാവുന്നതാണ്. അതിലെ അവസാനത്തെ 6 അക്കങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ വാലിഡ് അപ് ടു എന്ന് കാണുന്നില്ലേ, അതിന് താഴെ നിങ്ങളുടെ ATM കാർഡിൻ്റെ എക്സ്പയർഡ് ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും നിങ്ങളുടെ ATM കാർഡിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ കനറ ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ പുറത്ത് 2026 ഡിസംബറിലാണ് അത് എക്സ്പയർ ആകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിസംബറിനായിട്ട് 12 എന്നും അതേപോലെ 2026നായിട്ട് 26 എന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളും അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രൊസീഡ് എന്ന ബട്ടൺ വന്നിട്ടുണ്ടാവും. അതിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തതായി UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനാണ് ഇതുപോലെ ഓപ്പൺ ആവുക. ഒപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP അഥവാ വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. ആ OTP എത്രയാണോ അതിവിടെ എൻ്റർ OTP എന്ന് കാണുന്നില്ലേ, അതിന് താഴെയായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ സെറ്റ് UPI പിൻ എന്ന് കാണുന്നില്ലേ, അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചില ബാങ്കുകൾക്ക് 4 അക്കങ്ങളായിരിക്കും UPI പിന്നായി വരിക. കനറ ബാങ്കിന് 6 അക്കങ്ങളാണ് വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ 6 അക്ക പിന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ കീബോർഡിൽ താഴെയായിട്ട് വലിയൊരു റൈറ്റ് ബട്ടൺ കാണുന്നില്ലേ, അതിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം UPI പിൻ എന്ന് ഇങ്ങനെ കാണിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ പിന്ന് തന്നെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ നമ്പർ കീബോർഡിലെ ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ UPI പിന്ന് ക്രിയേറ്റ് ആയി എന്നൊരു മെസ്സേജ് വരുന്നതാണ്. ഒപ്പം താഴെ UPI പിൻ സക്സസ്ഫുള്ളി സെറ്റ് എന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. ഇനി താഴെ കാണുന്ന ആ ഡൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ ഒരു ക്ലോസ് മാർക്ക് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ മൊബൈൽ റീചാർജ് ചെയ്യാവുന്നതാണ്, ബിൽ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്, അതേപോലെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കാവുന്നതാണ്. അങ്ങനെ ഫോൺ പേയിൽ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത UPI പിന്ന് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ചെക്ക് ബാലൻസ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് ബാലൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ബാങ്ക് ഏതാണെന്ന് കാണിക്കും, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കനറ ബാങ്ക് എന്ന് കാണിക്കുന്നുണ്ട്, ഞാനതിൽ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തതും തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത UPI പിന്ന് ടൈപ്പ് ചെയ്യാനുള്ള സ്ക്രീനാണ് ഇതുപോലെ വരിക. അപ്പോൾ ആ UPI പിന്ന് എത്രയാണോ അത് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത ശേഷം ആ താഴെ കാണുന്ന റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഞാൻ അതിൽ പ്രസ് ചെയ്തപ്പോൾ കനറ ബാങ്കിൻ്റെ എൻ്റെ അക്കൗണ്ടിൽ 5596.62 ആണ് ഉള്ളതെന്ന് ഇവിടെ കാണിക്കുന്നു. ഇനി ആ ഡൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ആ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് കാണിക്കും. അത് ടൈപ്പ് ചെയ്ത ശേഷം ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേ ആ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആ UPI പിന്ന് നിങ്ങൾ മറന്നു പോകരുത്. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അത് നന്നായി പഠിച്ചു വെക്കുക. ഇനി ക്യാഷ് ഏതെല്ലാം രീതിയിൽ സെൻഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് പല രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാം. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോയ്ക്ക് വളരെ ലെങ്തായി പോകും. അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അതേപോലെ ഗൂഗിൾ പേ ആപ്പിനെ കുറിച്ച് ഞങ്ങൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനെയിലും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകളും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.